അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് അക്ഷരങ്ങളുടെ ചിഹ്നങ്ങളാണ്. അതായത് അക്ഷരങ്ങളുടെ ചിഹ്നങ്ങള് 9 ചിഹ്നങ്ങളാണ് നമ്മൾ പഠിച്ചത് അല്ലേ. ഒന്ന് ഫത്ഹ്, കസ്ർ, ലമ്മ്, സുക്കൂൻ, തൻവീൻ ഫത്ഹ്, തൻവീൻ കസ്ർ, തൻവീൻ ലമ്മ്, ഷദ്, മദ്. ഇനി ഇത് ഉപയോഗിച്ച് നമുക്ക് കുറെ വാചകങ്ങൾ, കുറെ വാക്കുകൾ നമുക്ക് പഠിക്കാം. നമ്മൾ ഒന്നാമത് പഠിക്കുന്ന അബുൻ. അബുൻ ആദ്യത്തെ അക്ഷരം എന്താണ്? ഹംസ ആണ്. അലിഫിന്റെ മുകളിൽ എന്ത് കയറിപ്പുണ്ട്? ഹംസ ഇരിപ്പുണ്ട് അല്ലെ. അബുൻ. അടുത്തത് അബിൻ. ഉണ്ടോ? അബുൻ. അബിൻ എന്ന് പറഞ്ഞപ്പോ തൻവീൻ കസ്ർ വന്നു. അബുൻ എന്ന് പറഞ്ഞപ്പോ എന്തായി? തൻവീൻ ലമ്മ് വന്നു അല്ലെ. ഇനി തൻവീൻ ഫത്ഹാണ്. അടുത്ത നോക്ക്, അബൻ. എന്താണ്? അബൻ. അബൻ എന്ന് പറഞ്ഞപ്പോ കണ്ടോ ഒരു അലിഫും കൂടെ സപ്പോർട്ട് വന്നു. നിങ്ങൾ ശ്രദ്ധിച്ചോ? കാരണം തൻവീൻ അല്ലല്ല, നീട്ടാനല്ല, അത് തൻവീൻ ഫത്ഹിന്റെ കൂടെ സപ്പോർട്ടായിട്ട് വരുന്ന എഴുത്ത് ശരിയാവാൻ വേണ്ടിയുള്ളതാണ് ഏത്? ഈ അലിഫ്. അതായത് അത് ഇല്ലെങ്കിൽ നമുക്ക് അബൻ വായിക്കാം, പക്ഷെ എഴുത്ത് ശരിയാകും എന്ന്, അതായത് അറബികൾ എഴുതിയ പോലെ അറബി എഴുത്ത് ശരിയാവാണെങ്കിൽ അല്ലല്ല, അത് നീട്ടുന്നതല്ല. ഇനി വേറൊരു കാര്യമുണ്ട് നമുക്ക് പഠിക്കാം. നീട്ടാൻ പറ്റത്തില്ല, നീട്ടുന്ന കാര്യം പറഞ്ഞതുകൊണ്ട് ഇനി അബൻ എന്നുള്ള നിർത്തി നോക്കുമ്പോ എന്താ? അബ അബ എന്നാ നിർത്തുന്നത്. എങ്ങനെ നിർത്തുന്നത്? അബ. അതേസമയം അബുൻ എന്നുള്ള നിർത്തുന്നത് എങ്ങനെയായിരിക്കും? അബ്. അവിടെ അല്ല, സുക്കൂൻ കൊണ്ട് നിർത്തും. അബ് നിർത്തുന്നത്. അബിൻ എന്നുള്ളത് നിർത്തുന്ന സുക്കൂനായിരിക്കും. അബ് അബ് കേട്ടോ. പക്ഷെ അബൻ എന്നുള്ളത് നിർത്തുന്നത് എങ്ങനെയായിരിക്കും? അബാ. ഉണ്ടോ? അബ എങ്ങനെ നിർത്തും? അബ. അടുത്തത് ഇബിലുൻ. ഇബി. ഇത് തുടക്കക്കാർ ഏത് അക്ഷരങ്ങളെ വായിക്കാവുള്ളൂ? 2 അക്ഷരങ്ങളെ വായിക്കാവുള്ളൂ. ആദ്യമേ ഇബി. ഇബി. അണ്ട ഇബിലുൻ. അല്ലെങ്കിൽ എന്ത് ചെയ്യും? സുക്കൂൻ കൊടുത്ത് ഉച്ചരിക്കും. ഇബിലുൻ എന്ന് പറയും. ഏത് അശ്രദ്ധമായി വായിക്കുമ്പോ എന്ത് പറയും? ഇബിലുൻ എന്ന് വായിക്കും. അങ്ങനെ വായിപ്പിക്കരുത്. നമ്മൾ കുട്ടികളെ കൊണ്ട് തന്നെ വായിപ്പിക്കും. ഈ ബി, ബാഇന്റെ കസ്ർ ബി, ബിസ്മില്ലാടെ ബി. അണ്ടാ ഇബിലുൻ. അടുത്തത് അടുത്ത പദം ഇബിലിൻ. ഇബിലിൻ. അപ്പൊ ലാമിന് തൻവീൻ ലമ്മും വന്നു, തൻവീൻ കസ്റും വന്നു. അടുത്തത് ഇബിലൻ. 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 കണ്ടാ? അപ്പം ആ 2 പദങ്ങൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം. ആദ്യം തൊട്ട് അബുൻ, അബിൻ, അബൻ. എങ്ങനെയാണ്? അബുൻ, അബിൻ, അബൻ. ഇബിലുൻ, ഇബിലിൻ, ഇബിലൻ, ഇബിലൻ. അടുത്തത് ഉമ്മുൻ. ഉമ്മുൻ. തൻവീൻ ലമ്മ്. ഉമ്മിൻ. ഉമ്മൻ. അതായത് നമ്മൾ വായിച്ചു പോകുമ്പോ എന്ത് പറയാം? ഉമ്മുൻ, ഉമ്മിൻ, ഉമ്മൻ എന്ന് പറയാം. പക്ഷെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു മീമിന് ശബ്ദം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? മണിക്കണം. കനപ്പിക്കല്ല, കനപ്പിക്കലോട് കൂടി എന്ത് ചെയ്യണം? ഉമ്മുൻ. ഖുർആൻ പാരായണത്തിൽ എന്ത് വരും? ഇവിടെ മണിക്കലും കൂടെ വരും. എന്ത് പറയും? അത് 2 അക്ഷരങ്ങളൊക്കെ മണിക്കൽ വരുത്തുള്ളൂ. ഏതൊക്കെയാ? നൂനിനും മീമിനും. നൂനിനും. അപ്പൊ അവിടെ ഇവിടെ വന്നത് മീമാണ് അല്ലെ. ഉമ്മുൻ, ഉമ്മിൻ, ഉമ്മൻ. കണ്ടോ? അടുത്തത് ബദറുൻ. ബദ്. അല്ലെങ്കിൽ ബദറുൻ. ദാല് ഫത്തഹ് കൊടുത്തേനെ. എന്ത്? ബദ്. ബദ്. ബദറുൻ. കണ്ടോ? ബദറുൻ. നമ്മൾ ഈ ഓരോ ക്ലാസ് എന്തിനാണ്? നമ്മുടെ വീട്ടിലുള്ള കുഞ്ഞു മക്കൾക്ക് ഉപകരിക്കാനും കൂടെ. മനസ്സിലായോ? കൊച്ചു കുട്ടികളെ നമ്മൾ പറഞ്ഞു കൊടുക്കണം. ബദ്. കണ്ട? ബദറുൻ. ബദറുൻ. ബദിരിൻ. എന്താണ്? ബദിരിൻ. യഥാർത്ഥത്തിൽ കിടക്കുന്ന ബദറിന്ന. പക്ഷെ റിൻ എന്നുള്ള ഉച്ചാരണം എന്തില്ല? അറബിയിലില്ല. അതെങ്ങനെ പറയുന്നുള്ളൂ? ബദിരിൻ. ബദിരിൻ. അടുത്തത് ബദ്റൻ. ബദ്റൻ. അടുത്തത് നബ്തുൻ. നബ്തുൻ. അടുത്തത് നെബുത്തിൻ. നെബുത്തിൻ. അടുത്തത് നെബുത്തൻ. നെബുത്തൻ. അടുത്തത് കബിലുൻ. എന്താണ്? കബലുൻ എന്നല്ല, ബാഇന് സുക്കൂന്. കബ്. കബ്. കബിലുൻ. കബിലുൻ. അടുത്തത് കബിലിൻ. കബിലിൻ. അടുത്തത് കബിലൻ.
കബ്ലൻ കബ്ലൻ. അപ്പൊ ഈ 3 അക്ഷരങ്ങൾ പദങ്ങൾ നമ്മൾ വായിച്ചു, 3 പദങ്ങൾ. അതായത് ബദറുൻ വായിച്ചു, നബത്തുൻ വായിച്ചു, കബിലുൻ വായിച്ചു. കണ്ടോ? അത് 3 ശ്രദ്ധിക്കണം. എന്താ പറയുക, ബായിനും ദാലിനും സുക്കൂൻ വരുമ്പം നമ്മൾ എങ്ങനെ പറയും? ആ ബായിന്റെയും ദാലിന്റെയും സുക്കൂനിനെ ഒന്ന് വ്യക്തമാക്കും. അതേസമയം അടുത്ത വാക്കുമൊക്കെ ഇനി അടുത്ത വായിക്കാനുള്ളതാണ് കർമുൻ. അല്ല എന്ന് പറയത്തില്ല, കർമുൻ കർമുൻ. കേട്ടോ? സ്പീഡിൽ പറയും. കാരണം എന്താണ് അതിന് നിയമം പറഞ്ഞാൽ എന്താണ്? തൽക്കാലത്തിന്റെ അക്ഷരമല്ല റാ. കർമുൻ. അടുത്തത് എന്താണ്? കർമിൻ കർമിൻ. അടുത്തത് കർമിൻ കർമൻ. അടുത്തത് കർമൻ അല്ലേ? അടുത്തത് ജറസുൻ ജറസിൻ. അടുത്തത് ജറസുൻ ജറസിൻ ജറസൻ. ആ അടുത്ത പദം ഖുറത്തുൻ. അപ്പൊ എന്താണ്? നമ്മൾ ഒരു താ പഠിച്ചു ആദ്യമേ, അലിഫ് ബാ താ എന്നുള്ള 3ാമത്തെ അക്ഷര താ അല്ലത്. അതായത് ഉച്ചാരണം അതേ സെയിം തന്നെ, പക്ഷെ രൂപം മാറ്റമുണ്ട് അല്ലേ? ഖുറത്തുൻ. അടുത്തത് ഖുറത്തിൻ ഖുറത്തൻ. അടുത്തത് ഹംസാണ് ലാസ്റ്റ് വരുന്നത് അല്ലേ? കണ്ടോ? ലിവാഉൻ. ഹംസ എവിടുന്ന് വരണം എപ്പോഴും ശ്രദ്ധിക്കണം. എന്താണ്? തൊണ്ടയുടെ താഴത്ത്. ലിവാഉൻ. അടുത്തത് ലിവാഇൻ ലിവാഅൻ. അടുത്തത് റബ്ബുൻ. അടുത്തത് റബ്ബിൻ റബ്ബൻ. അടുത്തത് റബ്ബൻ. അടുത്തത് ആയത്തുൻ ആയത്തിൻ ആയത്തൻ. അപ്പൊ ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഇതിനകത്ത് പഠിക്കാനുള്ള എന്താണ്? ആദ്യത്തെ നേരത്തെ ഒരു മദ് നമ്മൾ പഠിച്ചില്ലയോ? അത് ഫതഹ് കസ്റ് ലമ്മ് സുക്കൂൻ എന്നൊക്കെ പഠിച്ചില്ലയോ? ഫതഹ് കസ്റ് ലമ്മ് സുക്കൂൻ മാഷ്. ആ മദ് ഉണ്ടോ? ഇവിടെ ആയത്ത് നീട്ടാൻ എന്ത് വന്നു? ഇവിടെ ആയത്തൻ ആയത്തുൻ ആയത്തിൻ ആയത്തൻ എന്ന് പറയുമ്പോ എന്തായി? ഫതഹ് നീട്ടാൻ എന്ത് വന്നു? അലിഫ് വരണമായിരുന്നു. അതിന് പകരം എന്തെടുത്തു? വലിയൊരു മദ് കൊടുത്തു. അതായത് ഫതഹിനേക്കാൾ നീളമുള്ള ഒരു വര കൊടുത്തപ്പോ എന്തായി? തോനെ നീട്ടാനായി. ആയത്തുൻ. ഉണ്ടോ? ആയത്തിൻ ആയത്തൻ. മാഷാ അല്ലാഹ്. പഠിച്ചില്ലേ നമ്മള്? അപ്പൊ ഇതൊക്കെ ഇതേപോലെ നമ്മുടെ കുഞ്ഞു മക്കൾക്ക് ഇങ്ങനെ പദങ്ങൾ, ഒരുപാട് പദങ്ങൾ വേണം നമ്മുടെ കയ്യിൽ, എന്നെങ്കിലേ നമ്മളെ അറബി വായനയൊക്കെ ശരിയാവത്തുള്ളൂ. എന്താണ്? കുറെ പഠിക്കണം. അപ്പൊ ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാട്ടെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഇതേപോലെ നല്ല പരിശ്രമം വേണം. എന്ന് പറയാൻ കുറെ എഴുതി പഠിക്കണം. എഴുതി പഠിക്കുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? നല്ലവണ്ണം ഓതാൻ പറ്റുന്നത്. എന്നിട്ട് വേണം നമുക്ക് പരിശുദ്ധ ഖുർആൻ നല്ല തജ്വീദ് അനുസരിച്ച് ഉസ്താദുമാരുടെ മുമ്പിൽ ഓതി കേൾപ്പിക്കണം. അപ്പൊ അവര് നമുക്ക് എന്ത് ചെയ്യും? ഒരുപാട് അക്ഷരങ്ങൾ ഈ ഉച്ചാരണങ്ങളെ ക്ലിയർ ആക്കി നല്ല തിരുത്തി തന്ന് നല്ല രീതിയിൽ നിസ്കരിക്കാനും നല്ല രീതിയിൽ പരിശുദ്ധ ഖുർആൻ ഓതാനും നിസ്കാരത്തിൽ ഓതാനും ഒക്കെ ഉള്ള തൗഫീഖ് കിട്ടും. അല്ലാഹു തആല നമ്മുടെ എല്ലാ പരിശ്രമങ്ങളും വിജയിപ്പിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.